കുറച്ചു നാളുകളായി ടിനി ടോമിന്റെയും അൻസുബയുടെയും അമ്മ സംബന്ധമായ പ്രശ്നം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇപ്പോഴിതാ പോലീസിനും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി എത്തിയിരിക്കുകയാണ് നടിയായ അൻസിബ. പോലീസ് സ്റ്റേഷനിൽ നിയമവിരുദ്ധമായി തടവിൽ വെച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. തനിക്കെതിരായ വ്യാജ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അൻസിബ പറയുകയാണ്. ലക്ഷ്മിപ്രിയയുടെ പരാതിയിൽ തന്നെ വിളിച്ചു വരുത്തിയപ്പോൾ സ്റ്റേഷനിൽ വെച്ച് അവഹേളിച്ചു. വനിതാ പോലീസ് ഉദ്യോഗസ്ഥ തന്നെ അപമാനിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും മാത്രമല്ല അപമാനത്തിന് 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. തൃപ്പൂണിത്തറ സബ് ഇൻസ്പെക്ടർ രേഷ്മയ്ക്കെതിരെയാണ് അൻസിബയുടെ പരാതി. നേരത്തെ തന്നെ ലക്ഷ്മിപ്രിയയും അൻസിബയും തമ്മിൽ വലിയൊരു വാക്കുപോര് ഉണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയയുടെ കുടുംബം തകർക്കുന്ന രീതിയിലുള്ള അൻസിബയുടെ മെസ്സേജിനെ കുറിച്ചൊക്കെ ലക്ഷ്മിപ്രിയ സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു. ടിനി ടോമിനെതിരെ അടക്കം ഉന്നയിച്ച പരാതിയിൽ അൻസിബയെ കേൾക്കാനും ഇപ്പോൾ അമ്മ നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. ജൂൺ ആദ്യ ആഴ്ച നേരിട്ടെത്താൻ നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അമ്മയിൽ ചേരിപ്പോര് വല്ലാതെ വഷളായ സാഹചര്യത്തിലാണ് അൻസിബയുടെ പരാതി എന്താണെന്ന് കേൾക്കാനുള്ള നിലപാടിലേക്ക് എത്തുന്നത്. എന്നാൽ അമ്മയുടെ നേതൃത്വത്തിന് മുന്നിലേക്ക് ഇല്ലെന്നാണ് അൻസിബയുടെ നിലപാട്. അൻസിബയുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ടാണ് ഒരുപാട് പേർ രംഗത്ത് വരുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം അൻസിബയ്ക്ക് കൂടുതൽ പിന്തുണയാണ് ലഭിക്കുന്നത്. അങ്ങനെ തന്റെ പരാതികൾ കേൾക്കണമെങ്കിൽ നിഷ്പക്ഷമായ സമിതിയെ നിയോഗിക്കണമെന്നും അൻസിബ ആവശ്യപ്പെടുകയാണ്. രമേശ് പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ, മാലാ പാർവതി എന്നിവർ സമിതിയിൽ ഉണ്ടാകണമെന്നും താരം ആവശ്യപ്പെടുകയാണ്. എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ കാണുന്നതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.